ഗൈസ് അങ്ങനെ പൊന്മുടി വ്ളോഗാണ് ഗൈസ്. കണ്ടില്ലേ, പൊന്മുടി ഇവിടെ നിൽക്കുകയാണ്. അത്യാവശ്യം തിരക്കൊന്നും ഇല്ല. പിന്നെ താഴെ വെള്ളച്ചാട്ടം കാണാൻ പറ്റുമെന്ന് നോക്കണം. സമയം ഒരു 10-10:30 ആയി. നടുവൊക്കെ വേനച്ച് അങ്ങനെ കയറി. ഇതാണ് നമ്മൾ വന്ന വണ്ടികൾ. അന്നൊരു ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട്. എടുത്തിട്ട് ഓർത്ത് GPay മാത്രം അവിടെ സെറ്റ് ആവുള്ളൂ. വേറെ ക്യാഷ് ഇല്ല, ക്യാഷ് എടുക്കത്തില്ല. കണ്ടില്ലേ, ഇനി നമുക്ക് താഴെ ഇറങ്ങാൻ പറ്റും നോക്കാം ഗൈസ്. ഈ ഒരു ആംബിയൻസ് നൈസല്ലേ, നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പോവാം. ഇവിടെ കൂടെയാണ് പോവേണ്ട. വീക്കെൻഡ് അല്ലാത്തതുകൊണ്ട് തിരക്കും കാര്യങ്ങളൊക്കെ കുറവാണ്. പിന്നെ മാലിന്യം ഒന്നും ഇവിടെ അലൗഡ് അല്ല. ഇതാണ് വെള്ളച്ചാട്ടം, അങ്ങോട്ട് അലൗഡ് അല്ല. കേട്ടല്ലേ, ഫ്ലക്സ് വെച്ച് മറച്ചിരിക്കുന്നു ഗൈസ്. ഈ ഒരു ആംബിയൻസ് കൊള്ളാം കേട്ടോ. ഫോട്ടോ എടുക്കാനായിരുന്നല്ലോ എന്തായിരുന്നാലും. തണലും ഉണ്ട്, എല്ലാം ഉണ്ട്. സൂപ്പർ ഗൈസ്, കൊള്ളാല്ലേ. നീ 3 ദിവസം മുമ്പ് വന്നേലതാ ഇവിടെ വന്നില്ല. മാറിയിരിക്കുന്നു. ഓ എടാ, ഒരു ഫോട്ടോ എങ്ങനെ സ്റ്റോറി ഇടാവുന്നു. നമ്മളെല്ലാരും ഇങ്ങനെ നിൽക്കണം, ഇവൻ തിരിഞ്ഞിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കും. ഗൈസ്, അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇനി നേരെ നമ്മൾ പൊന്മുടി ഹില്ലിലോട്ടാണ് പോകാൻ പോകുന്നത്. പക്ഷേ ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ നൈസാണ്, ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. കൊള്ളാം ഗൈസ്. ഇതാണ് എൻട്രൻസ്. ഇതുവഴി നമുക്ക് മുകളിലോട്ട് കയറണം ഗൈസ്. ഇതാണ് ടിക്കറ്റ് വണ്ടി. കുറച്ച് മുകളിലോട്ട് പോയതിനു ശേഷം ഗൈസ്, വരുന്ന വഴിക്ക് ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. നമ്മൾ കഴിഞ്ഞ വട്ടം ഇവിടെ വന്നപ്പോഴും ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തു. അവൻ കൈ കഴുകിയിട്ട് വരാമെന്നും പറഞ്ഞാൽ ഇനി കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് കേസ്. അത്ര ആള് തിരക്കൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. കണ്ടില്ലേ, ഇത്രയും പേരുണ്ട്. അവൻ പോയി അവിടെ കൈ കഴുകിയിട്ടൊക്കെ പിന്നെ വിരളി തന്നെ, വിരളി പിടിച്ചവന്റെ കാര്യം. തന്നെ ഇവനെന്ത് വയ്യടാ. ആ താക്കോൽ അവിടെ ഉണ്ടോ വണ്ടിയില്? വണ്ടി അവനെ കാണാ. ഉണ്ട്, പെടിക്കാനാടാ പയ്യ. ഓ, ഇവിടെ വല്ല പെടുത്തുന്ന ഇവിടെ അല്ലേ അവിടെ നിന്ന്. കൊള്ളാം. കാറ്റ്. ചെവി അടഞ്ഞിരിക്കുന്നു. നല്ലൊരു കാറ്റുണ്ട്. കോടയില്ല. എവിടെയാ സംഭവം? കിടിലം വ്യൂ. നമ്മൾ മണ്ടേ കയറിയില്ല, എന്താ ലിപ്സ്റ്റിക് ഇട്ട പോലെ. നമ്മള് വരുന്ന വഴിക്ക് തന്നെ ഒരു കിടിലം സ്പോട്ടാണ്. കഴിഞ്ഞ വട്ടം നമ്മൾ വന്ന സമയത്ത് അവിടെ മണ്ടയിൽ വന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് പോയി. പക്ഷെ ഇപ്പം നമ്മൾ ഇറങ്ങിയ ആളുകൾ വരുന്ന സ്ഥലം തന്നെ. നല്ല കിടിലം വ്യൂ ഉണ്ട്. നമുക്ക് വേണം മണ്ടയിൽ പോകണം. നമ്മുടെ വണ്ടിയിലൊക്കെ അവിടെ മുകളിലിരിക്കും പണ്ട്. ഗൈസ്, ഇവിടെ കുറച്ചു നേരം വീഡിയോ എടുത്തായിരുന്നു. കിടിലം ക്ലൈമറ്റ്. മൊബൈൽ ഒന്നും കണ്ടില്ല. വാടാ, ഇറങ്ങി വരാൻ പറ. റഷ്. ഇതൊന്നും കേട്ട് നിങ്ങൾ ഇൻസ്പയർ ആവല്ലേ. ചെളികളെ അടിക്കുള്ളൂ. ഞാൻ അവിടെ നിന്ന് ഒരു ഇമോഷണൽ വീഡിയോ എടുത്തോണ്ടിരുന്നതാണ്. അതിന്റെ ഫുള്ള് എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ മുകളിൽ പോയിട്ട് കംപ്ലീറ്റ് ആക്കും, റീഷൂട്ട് ചെയ്യാം. അത്യാവശ്യം നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. മഴയുണ്ട്, മഴ ചെറുതായിട്ട് മഴയ്ക്ക് മുമ്പ് അവിടെ. അതുമെല്ലാം നേരത്തെ എടുത്തിട്ട് വീഡിയോ നേരെ എടുക്കാൻ പറ്റിയില്ല. അത് നമുക്ക് നേരത്തെ എടുക്കണം. നമുക്ക് പെട്ടെന്ന് കയറി പോവാം, അതേ നടക്കുള്ളൂ. എത്തി.
മഴ വല്ലാത്ത വീത വലി ചെറുതായിട്ട് മാത്രം വീട്ടെടുത്താൽ മതി. ഗൈസ് നമ്മളവിടെ കയറി, വണ്ടി അത്യാവശ്യമുണ്ട് കണ്ടില്ലേ. ഇനി നമുക്ക് നേരെ കയറി നടന്നു പോവാം. ഇവിടെ ശ്രേയസിന് അഭിനവിന് എണ്ണയില്ലാത്ത സ്ഥലമാണ് ഈ ബാക്കി. അല്ലല്ല, അവന് ഇവർ രണ്ടെണ്ണത്തിന് ഒരുമിച്ച് തൂക്കണ സ്ഥലമാണെന്ന് വന്നപ്പോ സത്യം. ജോലി കിട്ടിയടാ, നിന്നെ പോലെയല്ല. അവൻ ഡിഗ്രി കഴിഞ്ഞതും ജോലി കിട്ടിയോ? നമ്മളെ തട്ടിക്കൊണ്ട് നടക്കണേ. അതൊക്കെ അത്രയേ ഉള്ളൂ. ഗൈസ്, ഇതിന്റെ മണ്ടയിൽ ഒരു സംഭവം ഉണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ചെറിയ മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. അങ്ങോട്ട് വേണോ? അങ്ങോട്ട് ശ്വസിക്കാൻ. അയ്യോ, എനിക്ക് താഴെ എടുത്ത കുറച്ച് ഷോട്ട് റീഷൂട്ട് ചെയ്യണം. ഒരു ഒത്തു വന്നില്ല, ഒരു ഇമോഷണൽ സാധനം. ഇവിടെ ഇങ്ങനെ വെച്ച് സെറ്റേക്കാം. വീടില്ല. ഓ ഗൈസ്, ഇവിടെ ഒന്നും കണ്ടുവിടാ. കൊള്ളാം. എല്ലാം പറയാനുണ്ടെങ്കിൽ മുഖത്തോക്കി പറയണം. ക്യാമറ ഇവിടെ ഭയങ്കര കോടയാണ്. പക്ഷെ അമ്മ വിടാത്തോണ്ട് വീട്ടിൽ നിന്ന് വരാത്ത ക്യാഷിൽ ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. മമ്മി വിട്ടില്ല, അതുകൊണ്ട് കുറച്ചു നേരം അവിടെ താഴെ നിന്ന് എടുത്തതിന്റെ കുറച്ച് ബാലൻസ് ഷൂട്ട് വെച്ചെടുത്ത് നൈസ്. നമുക്ക് അങ്ങ് താഴോട്ടൊക്കെ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ മഴ വരുന്നുണ്ട്. സാഡ് മ്യൂസിക് വിട്ട് കേട്ടോണ്ടിരിക്കും എല്ലാരും ഉണ്ട്. അക്ഷയ് എക്സ്ക്ലൂസീവ് വീഡിയോ, എക്സ്ക്ലൂസീവ്. മാരിക്സിൽ ഇട്ടാണ് ഞാൻ ഒരു സബ്സ്ക്രിപ്ഷൻ. നിന്റെ ഇവിടെ കൊറേ വീഡിയോ എടുത്തേ, എന്താവും അറിഞ്ഞൂടെ. ഞാൻ താഴെ നിന്ന് എടുത്ത് ഇവിടെ വന്നിട്ട് കൊറേ എടുത്ത് ഞാൻ ഇമോഷണൽ ആവും അറിഞ്ഞൂടെ. ഇവിടെ കൊറേ പേര് നിക്കാണ്, കണ്ടുകൂടെ കേട്ടാ. ഇവിടെയൊക്കെ കൊറേ പേരുണ്ട്, കണ്ടില്ലേ? ആരാ മൂടിന് നിന്റെ മീശയില് മീശയില്ലാത്തതായിരിക്കും. അക്ഷയ് മൂടിന് കൊടുത്തേന്ന്, അക്ഷയ് മൂടാൻ തന്നെയെന്ന്. ഇവിടെ കിളി അങ്ങ് താഴെ പോവും. ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെ തിരക്കിലാണ് ഗൈസ് എല്ലാവരും. പാറ ഒപ്പിച്ചോ. ഗൈസ്, അപ്പൊ നമ്മൾ നേരത്തെ നിന്നത് അവിടെയാണ്. അവിടെ നടന്ന് ഇങ്ങെത്തി നടുന്ന് പറയാണ്ടേ പറടാ. ഒന്നേ ചോദിക്കാളൂ ശരി. ഒരു ചായക്കട, അതില് ഒരു കമ്പും ഒരു കരിയിലയും ചായ കുടിക്കാൻ പോയി. വൺസ് മോർ ക്വസ്റ്റ്യൻ. ഒരു കമ്പും കരിയിലയും ചായ കുടിക്കാൻ പോയി. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കിട്ടാ, ഒരു കരിയിലയും കമ്പും ചായ കുടിക്കാൻ പോയി. ചായ കുടിച്ചിറങ്ങി. അങ്ങേര് കടക്കാരൻ കരിയിലക്ക് എന്തോന്ന് കൊടുത്ത് ബില്ല് കൊടുത്ത്, പക്ഷെ കമ്പിന് ബില്ല് കൊടുത്തില്ല. എന്തുകൊണ്ട്? ചിരിക്കല്ലേ? ചളിയല്ലായിരിക്കും, അതുറപ്പാണ്. അറിയാം ആൻസർ. ആൻസർ അറിഞ്ഞൂടാ, പറ. അല്ല 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 അല്ല, അതൊരു പോയിന്റ് അല്ലേ? അല്ല, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സ്റ്റിക്ക് നോ ബിൽസ് എന്ന്.
ഫ്രഷ് ആണ് സാധനം. ഇവനെ വിൽക്കാം. ഗീവ് അവേ, നമ്മുടെ ചാനലിൽ ഗീവ് അവേ. ഇവനെ ഗീവ് അവേ. ഒരു റൂൾസും ഇല്ല. ലൈക്ക് ഇടണ്ട, ആരും ഫോളോ ചെയ്യണ്ട, മെസ്സേജ് ഉണ്ടോ വേണോന്ന് പറഞ്ഞാൽ മതി, കൊണ്ടുപോയിക്കോ. നമ്മുടെ ചാനലിൽ ആദ്യത്തെ ഗീവ് അവേ ഇവനെ. നിങ്ങൾക്ക് കാശുണ്ടാക്കാം, അവനെ സാരി ഇടിപ്പിച്ചിറക്കിയാണ്. പാത്രം കഴിയും, എല്ലാം ചെയ്യും. വേണമെങ്കിൽ ഫുഡ് ഉണ്ടായി തരും. ഇനി ഒരു നേരത്തെ ചോറ് മാത്രം കൊടുത്താൽ മതി, പിന്നെ അല്പം ചളി കേൾക്കണം, അത്രേ ഉള്ളൂ. ഞാൻ മര്യാദയ്ക്ക് പോകും. ജിഷാന്റെ ഫോൺ താഴെ വീണ് പൊട്ടി. ചെറുതായിട്ട് ഒരു വര, അത്രേ ഉള്ളൂ. കുറെ എണ്ണം ഞാൻ വാക്കും കേട്ട് ട്രൈപോഡിൽ എടുത്ത് വെച്ചതാ. ഇന്ത്യയിലേക്ക് നാറുകള് 2 വട്ടമാണ്. 2 വട്ടം. ആദ്യത്തെ വട്ടം ചെറിയ വീഴ്ചയിൽ വലിയ സംഭവിച്ചു. രണ്ടാമത്തേൽ വലിയ വീഴ്ചയിൽ ഒന്നും സംഭവിച്ചു. എല്ലാം ഇവൻ കാരണം. ഇതിന് നല്ലൊരു ഫോട്ടോ അവർ കിട്ടിയില്ലെന്നേ. രഹസ്യം പറ. ശ്രേയസ് നമ്മള് വരത്തി കൊണ്ടുപോയാണ്. അത് നിന്നെ അല്ലേ? ആന ഉണ്ടെന്ന് പറയുന്നു. പിന്നെ വേറെ എവിടെ കൊണ്ടുപോകാന്ന് പറഞ്ഞതോ. ഒരു എറണമില്ല കേസ്. ഇന്ന് മൊബൈൽ വരെ പൊട്ടി. പൊന്നു വില കൊണ്ടുവരുന്ന മൊബൈൽ. അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇനി വണ്ടി എടുക്കാം. ഈ ബുള്ളറ്റിലാണ് ഒന്ന് കണ്ടില്ലേ. ക്ലൈമറ്റ് അത്യാവശ്യം കൊള്ളാം കേട്ടോ. ഇന്ന് എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. താഴെ ഫുഡ് കഴിക്കാനല്ല ഗൈസ്. വരുന്ന വഴിക്ക് നമ്മൾ ഇവിടെ നേരത്തെ വന്ന സ്ഥലത്ത് ഇറങ്ങിയായിരുന്നു. വെറുതെ ഒരു ചെടി കണ്ടു എന്നും പറഞ്ഞ് നേരത്തെ സ്കെച്ച് ഇട്ടിട്ട് പോയതാണ്. തിരിച്ച് ഇറങ്ങണ വഴി ഇതാ എടുക്കാൻ വീക്കും. പാറയിലടയില് നോക്കി അവ എടുത്തിട്ട് കുറച്ച് കിട്ടിയാ മതി. വാ, ഇവിടെ നല്ല കോട ഉണ്ട് കേട്ടോ. വേണ്ടില്ലേ, നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സംഭവം കൊള്ളാം. വിശക്കണം, നല്ലതായിട്ട് വിശപ്പുണ്ട്. എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിക്കും. അയ്യോ, എന്തൊരു ചെടി ഇത്? വെറൈറ്റി ചാമ്പ്. വല്ല വേറെ വല്ല ഇലയും കൂടെ ഇട്. പുതിയ വേര് പുതിയ. ഞാൻ എന്തോന്ന് വെച്ച് കൊണ്ടുപോകുന്നു. അങ്ങനെ വരുന്ന വഴിക്ക് നമ്മൾ ചായ കുടിക്കാന്ന് വിചാരിച്ചു. അത് അറിഞ്ഞൂടാ, പാതാളത്തിലോ പോയിട്ട് വരാം. എന്തരായിട്ട് പേര് വന്നേ. എല്ലാരും കൂടെ ചായ കുടിക്കാന്ന് വിചാരിച്ചു. ചായ കിട്ടിയില്ല. ചായ അടിച്ചോണ്ടിരിക്കണേ ഉള്ളു. വിത്തോട്ട് ഞാൻ ഇവിടുത്തെ വീയും കൊള്ളാം കേട്ടോ. തേയിലത്തോട്ടം അങ്ങനെയൊക്കെ. നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഇങ്ങോട്ട് ഒരു സൈഡിലായിട്ട് ഒരു സ്പോട്ടുണ്ട്. ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ അവിടെയാണ് നമ്മൾ അടുത്ത് പോകാനായിട്ട്. അവിടെ നിന്ന് നമുക്ക് തേയില തോട്ടങ്ങളൊക്കെ കണ്ടു. അവിടെ നമ്മൾ ചായ കുടിച്ചു. കണ്ടില്ല ഇവിടുത്തെ വ്യൂ എന്ന് പറയുമ്പോൾ ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ കിടില ആംബിയൻസ് ഉള്ള നല്ല കിടലം കേട്ടോ. പിന്നെ അത് ആ മരം കണ്ടില്ലേ, കിടിലല്ലേ. തേയിലത്തോട്ടത്തിന്റെ ഇടയ്ക്ക് കയറി വീഡിയോ എടുക്കാൻ പറ്റുമെന്നോ നോക്കാം. ഗൈസ്, ഇവിടെ നിന്ന് നമ്മളൊരു കിടിലം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കണ്ടില്ല ഗൈസ്. ഇവിടെ ഫുള്ള് വേസ്റ്റ് കൊണ്ടിട്ടേക്കും. നല്ല പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. ഫുള്ള് വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് നശിപ്പിച്ച്. നിങ്ങൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഇതേപോലെ വേസ്റ്റ് ഒന്നും ഇടല്ലേ. കേട്ടല്ലോ ഇവിടുത്തെ വ്യൂവും കൊള്ളാം. നമ്മളെ വണ്ടി ഇനി വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കണം. ഇവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാം. ചാർജില്ല. 13 നിന്നാണ് ഞാൻ വ്ലോഗ് എടുക്കുന്നത്.